റെയിൽവേ പുറമ്പോക്കിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന അർഹരായ എല്ലാ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് പുനലൂർ ഏരിയ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നടപ്പാക്കി പ്രഖ്യാപിച്ചത് ഇപ്പോഴുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം നഗരസഭകൾക്ക് ഒരു ഭവന നിർമ്മാണ പദ്ധതിയും നിലവില്ല. അപ്പോൾ എന്താ പ്രശ്നം വരുന്നത്? നഗരസഭകൾക്ക് നിലവിൽ ഏതെങ്കിലും ഒരു ഭവന നിർമ്മാണ പദ്ധതി ഗവൺമെൻറ് നൽകിയില്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. അപ്പോൾ ഇവർക്ക് വസ്തു മാത്രം കൊടുത്താൽ പോരാ, വീട് വയ്ക്കുന്നതിന് ഒന്നുകിൽ ഗവൺമെൻറ് ഒരു പദ്ധതി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ നഗരസഭയ്ക്ക് ഒരു പദ്ധതി നൽകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് കേളങ്കാവിലെ 6 ഏക്കർ സ്ഥലം നഗരസഭയുടെ ശ്രമഫലമായി സർക്കാർ ഏറ്റെടുത്തിരുന്നു. റെയിൽവേ വികസനത്തിനായി കുടിയൊഴിപ്പിക്കപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും ഈ ലാൻഡ് ബാങ്കിൽ പുനരധിവസിപ്പിക്കാൻ അന്നത്തെ റവന്യൂ മന്ത്രിയും നഗരസഭാ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമെടുത്തിരുന്നു. EMS ഭവന നിർമ്മാണ പദ്ധതി രൂപീകരണത്തിൽ പുറമ്പോക്ക് നിവാസികളുടെ പുനരധിവാസത്തിന് മുഖ്യ പരിഗണന നൽകിയിരുന്നു. ലാൻഡ് ബാങ്കിൽ നിന്നും ഭൂമി വേണ്ടവർക്ക് ഭൂമി നൽകുവാനും മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തിയവർക്ക് വസ്തു വാങ്ങാനുള്ള പണവും എല്ലാവർക്കും വീട് നൽകുന്ന പദ്ധതിയും തുടക്കം കുറിച്ചു. പദ്ധതി ഗവൺമെന്റ് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ലോൺ അനുവദിച്ചിരുന്നു. ലോൺ തുക നഗരസഭയും പലിശ ഗവൺമെന്റും തിരിച്ചടയ്ക്കുമെന്നായിരുന്നു വ്യവസ്ഥ. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഭാഗികമായി നടന്നുവെങ്കിലും തുടർന്ന് അധികാരത്തിലെത്തിയ UDF സർക്കാർ ഗ്യാരണ്ടി പിൻവലിക്കുകയും പ്രോജക്റ്റ് മരവിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ പുനലൂരിൽ റെയിൽവേ പുറമ്പോക്ക് നിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച ഗവൺമെന്റ് വരുത്തിയിരിക്കുന്നതായാണ് CPM ആരോപിക്കുന്നത്. നഗരസഭ നൽകിയ 121 കുടുംബങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് 41 കുടുംബങ്ങൾ പുറത്തായിരിക്കുന്നു. 80 പേർക്ക് മാത്രമാണ് പട്ടയം നൽകുക. അർഹരായവർക്ക് ഭൂമി നൽകണമെന്നും നിലവിലുള്ള നഗരസഭയുടെ ഭവന നിർമ്മാണ പദ്ധതികൾ ഗവൺമെന്റ് തന്നെ അട്ടിമറിച്ച സാഹചര്യത്തിൽ ഇവർക്ക് വീട് വയ്ക്കുന്നതിന് അടിയന്തരമായി സർക്കാർ പണം അനുവദിക്കണമെന്നുമാണ് CPM ആവശ്യപ്പെടുന്നത്. കൂടാതെ ഇവർക്ക് ഷിഫ്റ്റിംഗ് ഫീസും സൗജന്യ റേഷനും നൽകാൻ തയ്യാറാകണം. ഏതാനും പേർക്ക് മാത്രം ഭൂമി നൽകി നിരാലംബരായ പുറമ്പോക്ക് നിവാസികളെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ സമരപ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NB ജോൺ, S ബിജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത പുനലൂർ.